നമ്മുടെ പൈസ ബാങ്കിൽ കൊണ്ടിടാൻ ഭയങ്കര സുഖമാണ് അല്ലെ. പക്ഷെ ഈ ബാങ്കിൽ കൊണ്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അക്കൗണ്ടിൽ എത്ര പൈസയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒരു ആവറേജ് ബാലൻസ് എടുത്തിട്ട് ആ ബാലൻസ് ഇപ്പൊ ഒരു 5000 രൂപയാന്ന് വിചാരിക്കുക. ഈ 5000 രൂപ തന്നെ ഇൻറ്റു 10 ടൈംസ് ഇത്രയാണ് നമുക്ക് ക്യാഷ് ആയിട്ട് ഒന്നിച്ച് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ പൈസ അടയ്ക്കുകയാണെങ്കിൽ ഓരോ ലക്ഷം രൂപയ്ക്കും 400 രൂപ വീതം ബാങ്കിന് കൊടുക്കണം. ഇതാണ് പുതിയ റൂള്. ഇത് ഞാൻ ഈ അടുത്ത് അറിഞ്ഞുള്ളൂ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ ഒരു റൂള് കാരണം തന്നെ ഞാനൊരു 4-5 ലക്ഷം രൂപ ഇടുമ്പോൾ ഏകദേശം ഒരു 2000 രൂപയോളം എൻ്റെ ബാങ്കുകാർ പിടിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ പൈസ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ബാങ്കിൽ ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ റൂളിനെ പറ്റി അറിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇടാൻ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല, നമ്മൾ നേരെ കൊണ്ടുപോയി ഇടുന്നു, എല്ലാം ചെയ്യുന്നു. ഇത് ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ITR ചിലപ്പോൾ ഇതിന്റെ സോഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരികയായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് സോഴ്സ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് എഴുതിയോ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. മാക്സിമം നമ്മൾ ക്യാഷ് ആയിട്ട് മേടിക്കാൻ നോക്കാതിരിക്കുക. നേരെ പാർട്ടിയിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുക. ഈ ട്രാൻസ്ഫർ ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഒരു ബാങ്കിൽ പോവുകയാണ്. ബാങ്കിൽ പോകുമ്പോൾ നമുക്ക് ഓൺലൈൻ അക്കൗണ്ട് ഇല്ല, ചെക്ക് ഇല്ല, ഇതൊന്നും ഇല്ലാത്ത ഒരാളാന്ന് വിചാരിക്കും. ഇവര് നമുക്ക് പൈസ ഇടുമ്പോൾ ഒരു കുഴപ്പമില്ല, ആ വെള്ള പേപ്പറിൽ അങ്ങോട്ട് എഴുതി അങ്ങോട്ട് കൊടുത്താൽ മതി. പക്ഷെ തിരിച്ചു വാങ്ങാനായിട്ട് ചെക്ക് വേണം. എന്തായാലും നമ്മുടെ പൈസ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ ബാങ്കിൽ ഇട്ടിട്ട് എന്താ കാര്യം? ബാങ്കിലിടുമ്പോൾ മിനിമം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കണമെങ്കിൽ ഒരു സ്ലിപ്പിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പറ്റണ്ടേ? നമ്മൾ 5, 10, 15 ലക്ഷം ഒന്നിച്ചുകൊണ്ട് ഇടുമ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ തിരിച്ചെടുക്കാനായിട്ട് ചെക്ക് വേണം. ഈ ചെക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ഒരു ബുക്ക് എടുത്ത് നമുക്ക് അപ്പൊ തന്നെ തരുമായിരുന്നു. ഇപ്പൊ പ്രിന്റ് ചെയ്ത് നമ്മുടെ പേര് പ്രിന്റ് ചെയ്ത ചെക്ക് മാത്രമേ തരുള്ളൂ. അതും എവിടുന്ന്, ചെന്നൈ, കർണാടക, ഇവിടുന്നൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് വഴി കിട്ടുള്ളൂ. ഈ പോസ്റ്റ് വഴി കിട്ടാനായിട്ട് 10-15 ദിവസം വേണം. ഒരു പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ പൈസ ഉണ്ട്, പക്ഷെ ഇതെടുത്ത് എങ്ങനെ ചെലവാക്കും? ഈ ചെലവാക്കണമെങ്കിൽ അതിനുള്ള മീൻസ് വെക്കണം. അല്ലാതെ ഇപ്പൊ ലോകത്തെല്ലാവരും ഈ ഓൺലൈൻ അക്കൗണ്ടും ATM കാർഡും ഇതും കൊണ്ടല്ലല്ലോ നടക്കുന്നത്. പിന്നെ ATM കാർഡിൽ നിന്ന് നമുക്ക് ഇത്രയും പൈസ അയക്കാനും പറ്റില്ല. ഈ ATM കാർഡിൽ ലിമിറ്റ് ഉണ്ട്, 1 ലക്ഷമോ അല്ലെങ്കിൽ 1.5 ലക്ഷം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ, ഫിസിക്കലി ആൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പൈസ എടുക്കാൻ പറ്റണമെങ്കിൽ അത് എടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഓപ്ഷൻസ് വരണം. അല്ലാതെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ വേറെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ പോയി. ഈ പ്രൈവറ്റ് ബാങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു 5 ലക്ഷം വരെ ചെലാൻ പോലെ എഴുതി കൊടുത്ത് ഒരു 10-30 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പൈസ എടുക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, പിന്നെ അങ്ങനത്തെ ബാങ്കുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ചെക്ക് ബുക്ക് തന്നെ വേണം. ഇതിങ്ങനെ ശരിയാവും. നമ്മൾ 5-10 ലക്ഷം അങ്ങോട്ട് അടിക്കുമ്പോൾ നമുക്ക് ഈ വക ചെക്കും വേണ്ട, ഒന്നും വേണ്ട, അവിടെ വെറുതെ ഇടാം. എന്നാൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അവര് പൈസ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തോട്ടെ. പക്ഷെ അത്യാവശ്യം വരുമ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ പറ്റണ്ടേ? അതിന് വേണ്ടിയല്ല നമ്മൾ ബാങ്കിൽ കൊണ്ടുവരുന്നത്. ഇതൊരു RBI റൂൾ ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി അറിയില്ല. അത് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും.